അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഷഹബാസ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമകൻ്റെ തല നെഞ്ചക്ക് കൊണ്ട് അടിച്ചു പൊളിച്ച് കൊലപാതകം നടത്തിയ 5 നരാധപന്മാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു പാവപ്പെട്ട പൊന്നുമോൻ്റെ നല്ല ഭാവിയെ തകർത്ത് കളഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയെ മുഴുവനും തച്ച് തകർത്ത് കളഞ്ഞ ആ 5 പേർക്ക് പരീക്ഷ എഴുതാൻ അനുവദിച്ച നമ്മുടെ നിയമങ്ങൾ, ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സാക്ഷിയെ നെറ്റിച്ച് കളഞ്ഞ ഒരു കൊലപാതകമായിരുന്നു. ഷഹബാസിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. നല്ല മകനാണ്, നല്ലതുപോലെ പഠിക്കുന്നവൻ, അവൻ്റെ സ്കൂളിലെ ടീച്ചർമാർ, അവൻ്റെ സാറന്മാർ, അവൻ്റെ അധ്യാപകർ, അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ സഹപാഠികൾ എല്ലാവരും അവനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും അവനെക്കുറിച്ച് നല്ല വർത്തമാനവുമാണ് പറഞ്ഞിരുന്നത്. എന്തിൻ്റെയൊക്കെയോ പേരിൽ ഒരു പാവപ്പെട്ട പൊന്നുമകനെ നിഷ്ക്രൂരം കൊലപ്പെടുത്താൻ നമ്മുടെ ചെറിയ ബാല്യം, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പഠിക്കേണ്ടതുണ്ട്. വല്ലാത്ത അപകടകരമായ വാർത്തയായിപ്പോയി, വല്ലാത്ത വിഷമിപ്പിക്കുന്ന സങ്കടകരമായ വാർത്തയായിപ്പോയി പ്രിയപ്പെട്ടവരെ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് അവർക്ക് ആ ഒരു കുറ്റബോധമില്ല. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. ആ പ്രിയപ്പെട്ട ആ പൊന്നുമോനെ വല്ലാതെ പരിക്കേൽപ്പിച്ച് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പോലും അവർ ഒരുമിച്ച് പഠിച്ചവർ, ഒരുമിച്ച് കളിച്ച് നടന്നവർ, ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്നവർ, അങ്ങനെ ചെറിയ നാൾ മുതലേ ഉള്ള ബന്ധമായിരുന്നു. പക്ഷേ ആ ബന്ധം അത്രമേൽ സ്നേഹമായ ബന്ധമായിരുന്നില്ല എന്ന് പിന്നെയായിരിക്കും ഷഹബാസ് തിരിച്ചറിഞ്ഞത്. വല്ല ഒരു നിമിഷത്തെ ദേഷ്യത്തിൻ്റെ പേരിലായിരിക്കാം നമ്മുടെ മക്കളൊക്കെ ഏതൊരു തരത്തിലേക്കാണ് ഇന്ന് കടന്നു പോകുന്നതെന്ന് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. നിമിഷ നേരം കൊണ്ടാണ് അവർ ക്രൂര മനസ്സിൻ്റെ ഉടമകളായി മാറുന്നത്. നിമിഷ നേരം കൊണ്ടാണ് അവർ മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക്, ക്രൂരന്മാരിൽ ഏറ്റവും വലിയ ക്രൂരകൃത്യത്തിലേക്ക് അവർ കടന്നു പോകുന്നത്. ഷഹബാസിന് അല്ലാഹു തആല സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോഴും ആ ഷഹബാസിൻ്റെ നല്ല ഭാവി ഓർത്തിരുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥകളാണത് ദയനീയം. ഷഹബാസ് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം, ഞാൻ നല്ലതുപോലെ പഠിച്ച് വളർന്നു വലുതായിട്ട് വേണം നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ മാറാൻ, നമ്മുടെ ഈ വേദനകൾ മാറ്റാൻ എന്ന് ആഗ്രഹിച്ചവൻ ഉത്സാഹിച്ച് പഠിച്ചിരുന്നു. അവന് നല്ല രീതിയിൽ നല്ല മാർക്കുകൾ ഉണ്ടായിരുന്നു. അവനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറയുന്നത് ഈ SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിക്കേണ്ടിയുള്ള കുട്ടിയായിരുന്നു. ഇത്രമേൽ എല്ലാ സ്ഥാനവും ഉണ്ടായിരുന്ന ആ പൊന്നുമകനെ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞ ഈ നരാധപന്മാരെ വീണ്ടും അതേ സ്കൂളിലേക്ക്, അതേ ക്ലാസ്സിലേക്ക് എക്സാം എഴുതാൻ പറഞ്ഞു വിട്ട ഇവിടുത്തെ നിയമത്തെ നാം എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുകഴ്ത്തി പറയാൻ കഴിയുന്നത്? ചില കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ നാം മാറ്റി എഴുതേണ്ടതുണ്ട്, മാറ്റി എഴുതപ്പെടേണ്ടതാണത്, മാറ്റി എഴുതപ്പെടുക തന്നെ വേണം. കാരണം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ്, നല്ല ഒരു ഭാവി ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയെയാണ് തകർത്ത് കളഞ്ഞത്. വല്ലാതെ പേടി തോന്നുകയാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥകൾ അതിദയനീയമാണ് പ്രിയപ്പെട്ടവരെ. ഈ കെട്ടകാലത്തിൻ്റെ നടുവിൽ നമ്മുടെ മക്കളെയൊക്കെ നാം സൂക്ഷിച്ചില്ല എങ്കിൽ, നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ വല്ലാത്ത ഒരു മോശമായ സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകും. രാവിലെ നമ്മളോട് സലാം പറഞ്ഞിട്ട് യാത്ര തിരിച്ചു പോകുന്ന നമ്മുടെ പൊന്നോമനകൾ തിരിച്ച് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ദയനീയമായ കാഴ്ചകൾ നമുക്ക് അസഹനീയമാണ്. ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതങ്ങനെയൊക്കെയാണ്, പല തരത്തിൽ പല രീതിയിലൊക്കെയാണ്. എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ വളർന്നു വരുന്ന മക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാരുണ്യമില്ല. അവർ മറ്റെന്തൊക്കെയോ ഡ്രഗ്സിന് അടിമയായിക്കൊണ്ട്, കഞ്ചാവിനും കള്ളിനും മദ്യത്തിനും ലഹരിക്കും അടിമയായിക്കൊണ്ട് മസ്തു പിടിച്ചിട്ട് ദുനിയാവിലൊരു ബന്ധമില്ലാതെ നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ മക്കളിൽ കാണപ്പെടുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചില നിയമങ്ങൾ മാറ്റുക തന്നെ വേണം. ഒരുപാട് പേര് അതിനെ പ്രതികരിച്ച് മുന്നോട്ട് വന്നവരുണ്ട്, സമരം ചെയ്തവരുണ്ട്. അവരെയൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തില്ല എങ്കിൽ ആ 5 പേര് ചിലരൊക്കെ മഹാനാക്കി കരുതും. ഒരു പാവപ്പെട്ട പൊന്നുമോൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞിട്ട് ഒന്നിച്ചിരുന്ന് പരീക്ഷ എഴുതുന്ന രംഗം, ഒരുമിച്ച് മരബെഞ്ചിലിരുന്ന് പഠിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ശരീരം പച്ച മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് ഈ മണ്ണിൻ്റെ മുകളിൽ നല്ലതുപോലെ ജീവിക്കാമാണ് അവർ കരുതുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ട് എന്തെന്ത് നേട്ടമാണുള്ളത്?
തെറ്റ് ചെയ്തവരെ തക്കതായ ശിക്ഷ കൊടുക്കണം പ്രിയപ്പെട്ടവരെ. എന്നാലേ ഇനിയുള്ള വരുംകാലത്ത് തെറ്റ് ചെയ്യാൻ കഴിവെക്കുന്നവർക്ക് ഇതൊരു പാഠമായി മാറുകയുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾ എടുത്തു നോക്കുക, ഗൾഫ് രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്കുക. നിയമങ്ങളാണ്. അവിടെ നമ്മൾ മറ്റുള്ള എന്ത് ന്യായീകരിച്ചിരുന്നാലും കാര്യമില്ല. കാരണം ഈ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കണമെങ്കിൽ അതൊക്കെ പറ്റി കഴിയുകയുള്ളൂ. ഇപ്പോൾ പേടിച്ചല്ലാതെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് വളരെ ഗൗരവമാണ്. അള്ളാഹു തആല ഷഹബാസിന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ടവൻ്റെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, കൂട്ടുകുടുംബാദികൾക്ക് എല്ലാവർക്കും അള്ളാഹു തആല സ്വബർ പ്രദാനം ചെയ്യുമാറാകട്ടെ.